അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഈ അടുത്തായിട്ട് ഞാനൊരു വീഡിയോ കാണാൻ വേണ്ടി കഴിഞ്ഞു സുഹരി ഉസ്താദിന്. ഞാൻ പലപ്പോഴും എൻ്റെ ചാനലിൽ തന്നെ സുഹരി ഉസ്താദിനെ കൊണ്ടുവരാറുണ്ട്. അതായത് ചാനലിൽ കൊണ്ടുവരാറുണ്ടെന്ന് വെച്ചാൽ റിയൽ ആയിട്ടല്ല, ഉസ്താദിൻ്റെ ചില വീഡിയോസൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ ഞാൻ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചിലപ്പോഴൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതിന് കാരണം എന്താണെന്ന് അറിയോ? ഉസ്താദിൻ്റെ വായിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വാക്കുകളാണ്. ചില സമയത്ത് കൊടുക്കേണ്ട സമയത്ത് ശരിക്കും കൊടുക്കും. അത് മാത്രമാണോ? അല്ല, ഇസ്ലാമികപരമായിട്ട് നോക്കും. മാത്രമല്ല, ഒരു ഇന്ത്യ രാജ്യത്ത് സൗഹൃദത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി എങ്ങനെയൊക്കെ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നും കൂടി പഠിപ്പിച്ചിരുന്നു. മാത്രമല്ല, ഈ സുഹരി ഉസ്താദ് എന്ന് പറയുന്ന ഉസ്താദ് വെറും മുസ്ലിമീങ്ങളുടെ ഇടയിൽ മാത്രമല്ല ഒരു ഉസ്താദായിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഹൈന്ദവരും ക്രൈസ്തവരെയും എല്ലാവരെയും ഒരുപോലെ കാണുകയും എല്ലാവരെയും ഒന്നിച്ച് കാണുമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉസ്താദും കൂടിയാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. കാരണം വർഗീയത നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ ഇത്തരത്തിലുള്ള ഉസ്താദന്മാർ നമ്മുടെ സമൂഹത്തിൽ വേണം എന്ന് തന്നെയാണ് വേണം നമുക്ക് പറയാം. ഞാൻ ഈയിടത്ത് സുലൈമാൻ, അദ്ദേഹത്തിൻ്റെ പേര് ശരിക്കും എനിക്ക് കിട്ടുന്നില്ല, ഏതായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കാണാൻ വേണ്ടി കഴിഞ്ഞു. പക്ഷേ ഞാൻ ഫേസ്ബുക്ക് ഇങ്ങനെ എടുക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ ആദ്യമായിട്ട് എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അതായത് സുഹരി ഉസ്താദിൻ്റെ ഒരു നോട്ട്, അതായത് രൂപ 500 നോട്ടിനെ എന്തോ പരിഹസിച്ചു, ഇന്ത്യ രാജ്യത്തല്ല ജീവിക്കുന്നത് തുടർന്നിട്ടുള്ള ചില വിഷയങ്ങളെ സംബന്ധിച്ച് സുഹരി ഉസ്താദിനെതിരെയായിട്ടാണ് അദ്ദേഹം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ വിഷയം ഓൾറെഡി സമൂഹത്തിന് അറിയുന്ന ഒരു വിഷയമാണ്. ഭാര്യയുടെ വിഷയമാണെങ്കിലും അല്ലെങ്കിൽ ഏത് മതത്തിൽപ്പെട്ട ആളാണ്, എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് എന്നൊക്കെ നമുക്കൊക്കെ അറിയുന്ന ഒരു വിഷയം കൂടിയാണ്. ഒരു സമയത്ത് ട്രെൻഡിങ്ങിലായിരുന്നു അദ്ദേഹം, അല്ലേ, ഈ ഒരു വ്യക്തി. മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ആ വിഷയത്തിലൊക്കെ ഒന്നും കടക്കാതെ ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു വീഡിയോൻ്റെ അകത്ത് നമുക്ക് സുഹരി ഉസ്താദിൻ്റെ ചില വാക്കുകൾ നമുക്ക് കേട്ടു നോക്കാം. അതിന് വീണ്ടും ഒരു മറുപടിയായിട്ടും അദ്ദേഹം വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനെ സുഹരി ഉസ്താദ് അങ്ങ് ഇല്ലാതെയാക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കൊള്ളേണ്ട സ്ഥലത്ത് തന്നെ കൊണ്ടു എന്ന് പറയുന്നില്ലേ, ആ രീതിയിൽ കൊണ്ടിട്ടാണ് അദ്ദേഹത്തിന് വീഡിയോ ചെയ്യാൻ വന്നത്. മാത്രമല്ല, അദ്ദേഹം രണ്ടാമത്തെ തവണ ഇത് സുഹരി ഉസ്താദിനെതിരെ റിയാക്ട് ചെയ്ത് ഇടുന്ന വീഡിയോ കാണുമ്പോൾ എന്താണിത് കാട്ടിക്കൂട്ടുന്നതെന്ന് തോന്നിപ്പോകും. അത്തരത്തിലുള്ള വീഡിയോകളാണ്. ഞാൻ ആദ്യം അദ്ദേഹം ചെയ്ത വീഡിയോന് റിയാക്ഷൻ ചെയ്ത് നമ്മുടെ സുഹരി ഉസ്താദിൻ്റെ ഒരു വീഡിയോ മാത്രമാണ് ഞാനിവിടെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നീടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ സുഹരി ഉസ്താദിൻ്റെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള ചാനലുണ്ട്, അതേപോലെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ഇൻസ്റ്റാ പേജ് ഉണ്ട്, അതിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് വീക്ഷിക്കാവുന്നതാണ്. എനിക്ക് ഇതൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ്. കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കണ്ടാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് അടിച്ച് പോകാവുന്നതാണ് ഇപ്പോൾ തന്നെ. ഞാൻ തിരിച്ചൊന്നും ട്രോളാൻ പോയിട്ടില്ല, കാരണം ഞാൻ അങ്ങനെ ചെയ്യാറില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഇസ്ലാമിനെ വിമർശിച്ചിട്ടുണ്ട്, മറ്റു മതങ്ങളെ വിമർശിച്ചിട്ടുണ്ട്, പക്ഷെ വ്യക്തികളെ പൊതുവെ അങ്ങനെ വിമർശിച്ചൊന്നും ചെയ്യാറില്ല. നല്ല മനസ്സിലായല്ലേ? ഇതാണ് ഫാദർ സോളമൻ, ഇപ്പോൾ മാരി ജോസഫാണ്. എന്തോ ആയിക്കോട്ടെ, ഇദ്ദേഹം എൻ്റെ ഒരു വീഡിയോയുടെ ഒരു ഭാഗം എടുത്ത് വെച്ചുകൊണ്ട് റിയാക്ട് ചെയ്തു. ഞാൻ മുസ്ലിം ഉമ്മത്തിനോട് പറയുകയാണ്, ഇദ്ദേഹത്തിനെ പോലുള്ള ആളുകളുടെ കലാപരിപാടികൾ വിജയിപ്പിക്കുന്നതിൽ 99% നമ്മുടെ കൗമാണെന്ന് ഓർത്തുകൊണ്ട് വേണം. ആർക്കും വേണ്ടാത്ത ക്രൈസ്തവ സമൂഹത്തിലേക്ക് പോയിട്ടും അവർക്ക് തന്നെ ഇദ്ദേഹത്തിന്റെ കാപട്യം പൂർണ്ണമായി ബോധ്യപ്പെട്ടതാണ്. ചാരിറ്റി എന്ന് പറയുന്ന വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കിയിട്ട് അതിന്റെ അധിപനായി എല്ലാ കാലത്തും വിഹരിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ജനങ്ങളുടെ മുമ്പിൽ കാണിക്കുന്ന ഈ മൃദുലതയുടെ സമഭാവനയുടെ മുഖത്തിനപ്പുറത്തേക്ക് ഇദ്ദേഹത്തിന് ഒരു ക്രൂരമുഖമുണ്ടെന്ന് സ്വന്തം ഭാര്യ ജിജി മരിയും പുറത്തു കൊണ്ടുവന്നത്. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞില്ലേ, ഞാൻ ആരും ട്രോളാറിലോ ഒന്നും പറയാറില്ല. അതിനുശേഷം ഒരു വാക്കും കൂടെ പറയുന്നുണ്ട്. വീഡിയോ ഇടുന്ന ഒരാളല്ല ഞാൻ, കാരണം ദൈവം മനുഷ്യ ഹൃദയത്തിൽ വസിക്കുന്നു. ദൈവം മനുഷ്യ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ആരെയും ഒന്നും വേദനിപ്പിക്കാൻ കഴിയത്തില്ല. ഒരു ചിന്ത ഉള്ളതുകൊണ്ട് മനുഷ്യനെ അങ്ങനെ വേദനിപ്പിക്കാറില്ല. ഈ ചിത്രം ഏതാണ് നോക്കിയേ, ചിത്രം കണ്ട? ഇതേ ക്ലോക്ക് വെക്കാൻ വേണ്ടി ആനയടിക്കാൻ നേരത്ത് ജിജേച്ചി സ്റ്റൂളിൽ തെന്നി മറിഞ്ഞു കിടപ്പം പറ്റിയ പാടാ. ഇവൻ തല്ലിയാണെന്ന് ലോകത്ത് ആർക്കറിയാൻ വയ്യത്? TV ബോക്സ് കൊണ്ട് അടിച്ച് തല പൊളിച്ച് അവര് കൊല്ലാക്കൊണ്ട് ചെയ്ത സ്വന്തം ഭാര്യനെ ഈ മനുഷ്യനാണ് വന്നിട്ട് ഞാൻ ആരെയും വേദനിപ്പിക്കാറുള്ളത് ആളുകളുടെ മുമ്പിൽ. അപ്പം അങ്ങനെയൊക്കെ എല്ലാ കാലത്തും മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ച ഫാദർ സോളമൻ, മാരിയൻ ജോസഫ്, ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കപടമുഖം അഴിഞ്ഞു വീണു. ക്രൈസ്തവരും ഹൈന്ദവ സഭ, ഈ നാട്ടിലുള്ള മനുഷ്യത്വമുള്ള ഏതൊരു മനുഷ്യനും അദ്ദേഹത്തിന് എതിരായ സമയത്ത് ഇനി അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നപ്പോൾ എന്ത് ചെയ്തു? നമ്മളെന്തെങ്കിലും പറഞ്ഞു നോക്കാം. നമ്മളെന്ത് ഉപദേശിക്കുന്ന ഉപദേശത്തിന്റെ കോല പറയാൻ പറ്റുന്നത് എന്ത് വിഷയത്തിൽ ഉപദേശിക്കാൻ പറ്റുന്നത്? മാന്യന്മാർ പറയുകയാണെങ്കിൽ നമുക്കത് കേൾക്കാം. അങ്ങനെ അദ്ദേഹം ഉപദേശിക്കാൻ വന്നത് കേട്ടോ.
ആശയങ്ങൾ മാത്രമേ ഡിഫെൻഡ് ചെയ്യാറുള്ളൂ. ഇത് ആദ്യമായിട്ട് ഇദ്ദേഹത്തെ വിമർശിക്കുകയല്ല, ഇദ്ദേഹത്തിന്റെ ഹാസ്യപരമായ സംസാര ശൈലി ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയി. എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമാണ് ഇവർക്ക്. എന്നോട് ദേഷ്യമൊന്നുമില്ല, എന്നോട് എന്റെ കൊണ്ടോ വലിയ ഇഷ്ടമാണ്. ലവ് യു ബോബി. ഇടക്കിടക്ക് ഞാൻ അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ കണ്ട് ഒത്തിരി പ്രാവശ്യം ഞാൻ തന്നെ പറയണമെന്ന് വിചാരിച്ച കാര്യം അദ്ദേഹം പറയുന്ന കണ്ടൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് പറയണമെന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുണ്ടെന്നാ. ഹാസ്യപരമായ സംസാര ശൈലി ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ്. ലവ് യു ബേബി. അത്ര ഇഷ്ടമാണ്? ഭയങ്കര ഇഷ്ടമാ? ഭയങ്കര ഇഷ്ടമാ ആണോ? ആയിക്കോട്ടെ. ഇടക്കിടക്ക് ഞാൻ അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ കണ്ട് ഒത്തിരി പ്രാവശ്യം ഞാൻ തന്നെ പറയണമെന്ന് വിചാരിച്ച കാര്യം അദ്ദേഹം. എന്നിട്ട് എന്തുകൊണ്ടാണ് ചക്കര തുറന്ന് പറയണ്ടേ? ഇഷ്ടമാണ് ഇഷ്ടമാണ് തുറന്ന് പറയണത്. ഇങ്ങനെ പറയല്ലേ, ദേഷ്യം വരും. ഇഷ്ടപ്പെട്ടു പോയി. പക്ഷെ അതേസമയത്ത് അൻസാരി സുബ്രി എന്ന സഹോദരനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഭാരതത്തിൽ ജനിച്ചതാണെന്ന എന്റെ വിശ്വാസം. എനിക്കറിയില്ല കേട്ടോ. എന്നാലും ഞാൻ സെന്റ് ഫ്രാൻസിസ്കോയിലാണ് ജനിച്ചത്. വല്ല പ്രശ്നമുണ്ടാ? ഭാരതത്തിൽ ജനിച്ചില്ലെന്ന് വിചാരിക്കുക. സെന്റ് ഫ്രാൻസിസ്കോയിലാണ് ജനിച്ചത്. വല്ല പ്രശ്നമുണ്ടാ? പ്രശ്നമുണ്ടെങ്കിൽ പറയണേ. ഇരിക്കുന്ന ഭാരതത്തിലാണ് ആലപ്പുഴക്കാരൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. ഞാൻ ആലപ്പുഴക്കാരനാണ്. എനിക്ക് അതുപോലെ ആത്മഹർഷമാണ്. ആലപ്പുഴക്കാരനാണ് ഞാൻ. ഭാരതത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ആസ്വദിക്കുന്നുണ്ട്, ഒരു സംശയവും വേണ്ട. അത് ആരെങ്കിലും ഔദാര്യം കൊണ്ടാണ്. ഫാദർ സുലൈമാനെ ആരെങ്കിലും ഔദാര്യം കൊണ്ടാണ്. അത് എന്റെ അവകാശമാണ്. ഇന്ത്യൻ ജനത എന്റെ അവകാശമാണ്. ആരുടെ ഔദാര്യമല്ല. ഓ, ഭാരതത്തിന്റെ കറൻസി, അതായത് ഈ രാജ്യത്തിന്റെ നോട്ട്, ആ നോട്ടിനെ പരസ്യമായി അവഹേളിച്ചെങ്കിൽ തൂക്കിക്കൊള്ളണം. ഭാരതത്തിന്റെ നോട്ടിനെ സൂര്യസ് അവഹേളിച്ചെങ്കിൽ സൂര്യസ്ഥാനം മരണം വരെ തൂക്കിക്കൊള്ളണം. അല്ല ജയിലടക്കാം. ഇത്ര മോശപ്പെട്ട പണി അദ്ദേഹം കാണിച്ചു. എന്നിട്ട് സംഭവിച്ചു. കുറ്റമാണ്. എന്താ ചെയ്യാൻ? പറഞ്ഞത് നിങ്ങളുടെ മക്കള് 500 രൂപ ഉണ്ടെങ്കിൽ 5 ദിവസം സുഖമായി സൂക്ഷ്മമായി ജീവിക്കും. 5 ദിവസം 500 ഉണ്ടെങ്കിൽ 5 ദിവസം സൂക്ഷ്മമായി പറ്റും ജീവിക്കാന്നുള്ളത് നമ്മൾ ആലോചിക്കണം. 500 രൂപ വേണ്ട, സ്വന്തം ഭാര്യക്ക് 100 രൂപ എങ്കിലും ചെലവ് കൊടുക്കണം. സുലൈമാനെ 500 രൂപ വേണ്ട, 100 രൂപ ഭാര്യക്ക് ചെലവിന് കൊടുത്തിട്ട് പറയണം. 500 രൂപ കാര്യം ഞങ്ങളുടെയൊക്കെ സ്വന്തം ഭാര്യ ഞങ്ങളുടെ കൂടുതലുള്ളതാ. ഞങ്ങൾ 500,000 ഒക്കെ ചെലവ് കൊടുക്കുന്നുണ്ട്, മക്കൾ നോക്കുന്നുണ്ട്, കുടുംബത്തോട് സന്തോഷം ജീവിക്കുന്നുണ്ട്. സ്വന്തം ഭാര്യ GB ബോക്സിൽ അടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കി അവളിപ്പോ ചെലവിന് സ്വന്തം ജീവിക്കാൻ വേണ്ടി അച്ചാകച്ചവടം നടത്തുകയാണ്. ആ പാവപ്പെട്ട സ്ത്രീ. അവിടെ 500 രൂപ ഉണ്ടെങ്കിൽ 50 ദിവസം പുറത്തു വന്നു. ഇല്ല, ഞങ്ങൾ സക്കാത്ത് ഞങ്ങളുടെ സംവിധാനത്തിലുള്ളതല്ലേടാ. നിനക്ക് അങ്ങനത്തെ സംവിധാനം വരെ ഉണ്ടാ? ഞങ്ങൾ മുസ്ലിമീങ്ങൾക്ക് ഞങ്ങളുടെ സദക്കയും സക്കാത്തും ഒക്കെ സംവിധാനങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു സക്കാത്തുണ്ടാ? അവകാശം പറയാനുണ്ടാ? ഇല്ലല്ലോ. ഇനി അദ്ദേഹം എന്ത് വിഷയത്തിൽ വിമർശിക്കുന്നറിയോ? ഈ 500 രൂപയുടെ അപ്പിയുടെ വിഷയം പറഞ്ഞല്ലോ. ഞാൻ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കി. എന്തിനെ കുറിച്ചാണ് ആ പറഞ്ഞത്? വ്യാപാര കേന്ദ്രങ്ങൾ കേരളത്തില് 5,000 കോടിക്കും 10,000 കോടിക്ക് ഇടയ്ക്കാണ് മത്സ്യ വിപണി എക്സ്പോർട്ട് അടക്കം. അതിന്റെ ഭൂരിപക്ഷം ഈ പ്രത്യേക സമുദായം കൈയാളുന്നു. 20,000 കോടിയോളം വരുന്ന പച്ചക്കറി വിപണി പൂർണ്ണമായിട്ടും അവർ കൈയടക്കുന്നു. എന്റെ പൊന്നണ്ണ, എന്തൊരു കഷ്ടം ഇത്. ഞങ്ങൾക്ക് നല്ല വീട് മേടിക്കാൻ പറ്റത്തില്ല, നല്ല കച്ചവട സ്ഥാപനം തുടങ്ങാൻ പറ്റത്തില്ല, നല്ല ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, നല്ല മക്കളെ ഉത്പാദിപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കുറ്റപ്പെടുത്താതിരിക്കണമെങ്കിൽ ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളോ പൈസ ചെലവാക്കത്തില്ല, നല്ല ആഹാരവും കഴിക്കത്തില്ല. നീ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ കുറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടി ചെയ്തതല്ലേ? ഇതല്ലേ മണി. ഞങ്ങള് വീട്ടിലെ കൊച്ചുങ്ങൾ മുറ്റ തപ്പിയിടുമ്പോൾ ഇതുകൊണ്ട് ഊരിക്കളയാം. കാരണം ഇതിനിപ്പോ ഉപയോഗമില്ലല്ലോ. നിങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്തത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ അങ്ങ് കൂട്ടി വെച്ചേക്കാം. എന്റെ പൊന്നണ്ണ, ഇത് ഉള്ളവൻ ഇത് വീണ്ടും കളത്തിലിറക്കി കച്ചവടത്തിലിറക്കി പൈസ ഉണ്ടാകും. ഇപ്പൊ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ലേ? മുസ്ലിം നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ പറ്റത്തില്ല, ലാൻഡ് വാങ്ങാൻ പറ്റത്തില്ല, ഒരു വ്യവഹാരങ്ങളിൽ ഇടപെടാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഇടപെട്ടാൽ അത് ജിഹാദായി മാറും. അപ്പൊ പിന്നെ ഞങ്ങളുടെ കയ്യിലുള്ള പൈസ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? നോട്ട് എന്നുള്ളത് നമുക്ക് വ്യവഹാരം ചെയ്യാനുള്ളതാണ്. നമുക്കത് മാർക്കറ്റ് ഇട്ട് കച്ചവടം ചെയ്ത് അത് ഇരട്ടിപ്പിക്കാനുള്ളതാണ് പൈസ എന്നുള്ളത്. അല്ല എന്ത് ചെയ്യണം? കൊച്ചുകുട്ടികളുടെ മാലിന്യം കൂടി കളയാനുള്ളതാണോ? ആണോ എന്നുള്ളതാണ് ചോദ്യം. എന്തോ സുലൈമാനാണോ? ആണോ എന്നുള്ളതാണ് ചോദ്യം. മനസ്സിലായ? അതുകൊണ്ട് ഈ സൈസ് ഉടായിപ്പോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ബഹുസ്വര സമൂഹം ഉണ്ടെന്നും ആ ഉത്തമ ബോധ്യത്തിലൂടെയാണ് എല്ലാ കാലത്തും സംസാരിച്ചിട്ടുള്ളത്. അവൻ വേറൊരു സംഗതി പറഞ്ഞു, അതുകൊണ്ട് കേട്ടിട്ട് പോവാം. ഇല്ലാത്തവരെ ഈ മണി നോക്കിയാണ്. ഈ മണിയുള്ളവൻ ഇരുട്ട് മണിയുണ്ടാകും. ഈ മണിയുള്ളവൻ ഈ മണിയുടെ പിന്നാലെ പോകും. അപ്പോൾ ഏതായിട്ടും ഇതിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ട് ഇങ്ങനെ പല രീതിയിലുള്ള വീഡിയോസുകൾ ഇദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട്. അതായത് ആദ്യമായിട്ട് സുഹരി ഉസ്താദിനെ ചൊരിയാൻ വന്ന ആൾ തന്നെ അവസാനം മൂഞ്ചിപ്പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇൻഷാ അല്ലാഹ് ഏതായിട്ടും തുടരെയുള്ള വീഡിയോസിന് പ്രതീക്ഷിക്കാം. നമുക്ക് ഈ ഒരു വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും പ്രത്യേകിച്ച് ദുആ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും
ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും തുടരെ മുമ്പോട്ട് സപ്പോർട്ട് ഉണ്ടാവണമെന്ന് നിങ്ങളോട് പറയുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.